നമുക്ക് കുറച്ച് ക്രിക്കറ്റ് സംസാരിക്കാം. വേൾഡ് കപ്പ് ഒക്കെ നടക്കില്ലേ, കുറച്ച് പേരൊക്കെ വേൾഡ് കപ്പ് റിലേറ്റഡ് വീഡിയോസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഓക്വേർഡ് ഫീലിംഗ് പലപ്പോഴും തോന്നാറുണ്ട്. ഓബിയസ്ലി സഞ്ജുവിനെ കുറിച്ചൊക്കെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന മാച്ച് ഇന്ത്യ വാസ് ലൈക്ക് വെരി ഓവർ കോൺഫിഡൻറ്റ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. അത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്കൈയുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിലും പ്ലെയേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻറ്റ് കൈൻഡ് ഓഫ് സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റൺ ചെയ്യുന്ന ആഡുകളൊക്കെ ഭയങ്കര ശോകമോടി. ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിന് മുന്നേ റൺ ചെയ്ത ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് കേക്ക് എടുത്ത് സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുത്ത് ഇതും കൊണ്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞു ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ആഡ്സിലെ അങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ടീമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഓപ്പോണന്റിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഐറ്റമായിട്ട് എനിക്ക് പേഴ്സണലി ഇവരുടെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. 2024 വേൾഡ് കപ്പ് T20 ഫൈനലിൽ മില്ലർ കരഞ്ഞിരുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ മില്ലറാണ് ഇന്നലെ അടിച്ച് ഇന്ത്യനെ മഞ്ഞിക്കിട്ടത്. സോ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭയങ്കര ഒരു സാധനം ഉണ്ട് ഇന്ത്യൻ ടീമിന്. അതെന്താണെങ്കിലും ഇന്നലത്തെ തോൽവിയോട് കൂടിയിട്ട് അങ്ങോട്ട് മാറിയാൽ നല്ലത്. പിന്നെ ഇന്ത്യൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ്. ഇന്നലെയാണ് ആ സാധനം എക്സ്പോസ്ഡ് ആയത്. അത് എക്സ്പോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീം ഇപ്പോൾ വേൾഡ് കപ്പിൽ ദാറ്റ്സ് സൗത്ത് ആഫ്രിക്ക. അതവർ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ എന്താണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. സൂര്യകുമാർ യാദവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സൂര്യകുമാർ യാദവ് ഈ ഇന്നലത്തെ മാച്ചിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഈ പ്രസ് മീറ്റിൽ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സഞ്ജു സാംസൺ ഇതിലൊരു കാര്യം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं नंबर 3 में भी तो मतलब तिलक की जगह खिलाऊं? अच्छा ही तो चल रहा है अभी पावर प्ले में। कहाँ 50 रन 40 रन तो बना ही रहे, वो तो नॉर्मल क्रिकेट है। अब हमने इतना ज्यादा अच्छा खेल लिया है बायलैटरल में। होता है कभी कभी एक्सपेक्टेशंस खुद से भी होती है, हम लोग को भी है एक्सपेक्टेशन कि हम 220 बना दे, 240 250 बना दे, बट विकेट्स थोड़े से डिफरेंट है यहाँ पर। हम लोग जो 4 विकेट पे अभी तक खेले हैं वहाँ पे थोड़ा सा डिफरेंट था, थोड़ा चैलेंजिंग था। ऑफ स्पिनर्स पहले नहीं डाल रहे थे बट अभी डाल रहे हैं, तो वी स्टार्टेड प्रिपरेशन फॉर दैट एंड होपफुली वील टैकल इट as we start our Super 8 journey. ഭയങ്കര ഒരു ഈസി ആയിട്ട് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് കളിയാക്കൽ ബോഡി ലാംഗ്വേജിൽ തന്നെയാണ് ഇവിടെ സ്കൈ പറഞ്ഞത്. അഭിഷേകിന് പകരം കളിപ്പിക്കണോ, തിലക് വർമ്മയ്ക്ക് പകരം കളിപ്പിക്കണോ? ഇവിടെ സഞ്ജു സാംസനെ കളിപ്പിക്കണം എന്നുള്ള ആസ്പെക്റ്റൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കും. ഇപ്പം ഞാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സഞ്ജുവിൻ്റെ ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്നെ പറയാൻ വരും. ഇതങ്ങനെയല്ല. ഇപ്പം എന്താ അറിയോ, ക്രിക്കറ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത് ഫീൽഡിൽ നമ്മൾ അപ്പം ടോസ് ഇട്ട് കളിക്കുന്നത് ഒരു 90% ദാറ്റ്സ് ആ അന്നത്തെ ഡേ അന്നത്തെ പ്ലെയേഴ്സിൻ്റെ മൈൻഡ് സെറ്റ്, അവരുടെ സ്കിൽ സെറ്റ്, ഇതാണ് കളി. ബട്ട് ഒരു 10% എങ്കിലും അനലൈസ് ചെയ്ത ഒരു തരം പ്രിപ്പറേഷൻ ഉണ്ട് ക്രിക്കറ്റിന്. ഓക്കെ, അത് ഭയങ്കര ഫാക്ടറാണ്. ഞാൻ 10% വളരെ കുറച്ചായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അറിയാം. ഓപ്പോണൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കി വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞ് അവിടെ കയറി അടിക്കുന്ന ഒരുമാതിരി യുദ്ധതന്ത്രമാണ്. സത്യത്തിലൊരു വാർ സ്ട്രാറ്റജി പോലെയാണ് ക്രിക്കറ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് അനലൈസ് ചെയ്യാൻ അനലൈസേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? ഒരു ബാറ്റ്സ്മാനോ ബോളറോ അയാളുടെ വീക്ക്നെസ് എന്താ, ആ കോമ്പിനേഷൻ്റെ ഒരു ടീം കോമ്പിനേഷൻ്റെ വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അവിടെ ആരെപ്പോൾ ബോൾ ചെയ്യിക്കണം, മനസ്സിലായി, ആർക്ക് എവിടെ എപ്പോൾ ഫീൽഡ് ഇടണം, ഏത് ബാറ്റ്സ്മാൻ ഏത് ബോൾ എറിയണം, അയാൾ എവിടെയാണ് സ്ട്രോങ് എവിടെയാണ് വീക്ക്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അവിടെയാണ് ഇന്ത്യ സത്യത്തിൽ യെസ്റ്റർഡേ മാച്ച് തോറ്റത്. വൈ നോ അക്സർ പട്ടേൽ? ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ. എനിക്ക് സഞ്ജു സാംസൺ എന്നുള്ള ആ ഒരു പ്ലെയറിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കുന്ന ചോദ്യം, വൈ വാഷിങ്ടൺ സുന്ദർ? അക്സർ പട്ടേൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആൻഡ് ഹെവിലി എക്സ്പീരിയൻസ്ഡ് പ്ലെയർ. അപ്പുറത്ത് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഈ വാഷിങ്ടൺ സുന്ദറിനെ കൊടുത്തിട്ട് എറിയിക്കുക എന്ന് പറയുമ്പോൾ അതും ബുംറയിലും ഹർഷദീപിലും ഇല്ലാത്ത വിശ്വാസക്കുറവ് കൊണ്ടാണോ, അതോ ബാക്കി ടീമൊക്കെ ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നേഴ്സിനെയും കൊണ്ട് ആദ്യം വരും? അത് ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നേഴ്സിന് വരും കൊണ്ടുവരാൻ കാരണം എന്താ? തുരുതുരാ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചാണ് ടീം ഇറക്കിയിട്ടുള്ളത്. അപ്പം പിന്നെ അവർ കൊണ്ടുവരും, ഒന്നില്ലെങ്കിൽ അടുത്തത്. ഇന്നലെ അതെല്ലാം ഉണ്ടായേ. മാക്രം വന്നു, ബോൾ ചെയ്തു, അഭിഷേകിന് വെച്ചത് ഇഷാൻ വീണ്. ഇപ്പോൾ ഒരു കൊല മാങ്ങിയിരിക്കുകയാണ്. തുരുതുരാളുള്ള കൊലയ്ക്കാണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചാടൂലോ. അത് പാർട്ട് ടൈം ആയിട്ടുള്ള ഓഫ് സ്പിന്നർ എറിഞ്ഞാൽ എന്താ, റെഗുലർ ഓഫ് സ്പിന്നർ എറിഞ്ഞാൽ എന്താ? ഇന്നലെ സൗത്ത് ആഫ്രിക്ക കാണിച്ചത് എന്താ? കേശവ് മഹാരാജിനെ തിരിച്ചു കൊടുന്നു, വന്ന് 3 വിക്കറ്റ് എടുത്ത്. അക്സർ പട്ടേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസെറ്റാണ് ഇപ്പോൾ ഇന്ത്യക്ക്. എയ്സ് പ്ലെയറാണ്. അയാളെ ബെഞ്ച് ചെയ്തിട്ട് എന്ത് കാര്യം?
അയാൾ ടീമിന് വരണം, അയാൾ എറിയും, അയാൾ ഫീൽഡ് ചെയ്യും, അയാൾ ബാറ്റ് ചെയ്യും. ഇത് സ്വന്തം IPL ടീമിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലെവലിൽ കളിപ്പിക്കാത്ത ഒരാളാണ് വാഷിങ്ടൺ സുന്ദർ. സുന്ദറിനെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് ഇന്നലെ കളിപ്പിച്ചിട്ട് പാടേത്, ഇതിനൊന്നും പറയാനില്ല. പിന്നെ സഞ്ജുവിൻ്റെ കാര്യം, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഓപ്ഷൻ സഞ്ജു. അഭിഷേക് ശർമ്മ ഈ വേൾഡ് കപ്പിൽ മൊത്തം മാച്ചിൽ അടിച്ച റൺസിനേക്കാൾ കൂടുതൽ ഒരു മാച്ചിൽ സഞ്ജു അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ന്യൂസിലാൻഡ് സീരീസ് നിങ്ങൾ ഒഴിവാക്ക്, അയാൾ അതിന് മുമ്പും ഒരുപാട് തെളിയിച്ച പ്ലെയറാണ്. അപ്പോൾ അഭിഷേക് ശർമ്മ അടുപ്പിച്ച് 0 അടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, അഭിഷേക് വേൾഡ് നമ്പർ 1, അഭിഷേക് തെളിയിച്ചതാ. അഭിഷേക് തെളിയിച്ച പോലെ തന്നെ സഞ്ജു തെളിയിച്ചിട്ടുണ്ട്. ഇഫ് യു ഫീൽ ലൈക്ക് സംവൺസ് ബോഡി ലാംഗ്വേജ് ഈസ് ഡൾ, ഡിപ്ഡ്. കാരണം ഇവിടെ വലിയൊരു വിഷയം എന്താ പറയുക ഇന്ത്യക്ക് പറ്റിയത്, തിലക് വർമ്മ ആഫ്റ്റർ ഇഞ്ചുറി 0 ആണ്, ലിറ്ററലി 0 ആണ്. അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഇഷാൻ കിഷൻ മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ടെക്നിക്കലി ഒരു ബ്ലണ്ടറാണ്. അഭിഷേകം അടിക്കും എന്ന് പറഞ്ഞാൽ അഭിഷേകിന് വെച്ചിട്ട് കാര്യമുണ്ട്. അഭിഷേകം ഇല്ലാണ്, അഭിഷേകിനും വയ്യ. അഭിഷേക് മാറിയിരുന്നു ഒരു കളി, അതിന് മുമ്പും ഇല്ല എന്നുള്ളത് ഇന്നലെ ടെൻഡസ്കാട്ടി വന്നിട്ട് മറ്റേ പത്രസമ്മേളനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ടീം ആസ് എ ബ്ലണ്ടറായിട്ടാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത്. അങ്ങനെ പോയിട്ട് എന്ത് കാര്യം എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊരു ഭയങ്കര ഈ ഒരു ഓവർ കോൺഫിഡൻറ്റ് ഫേസ് സ്കൈയുടേത് ഇതിൻ്റെ പത്രസമ്മേളനത്തിൽ മാച്ചിൻ്റെ പ്രീ മാച്ചിൽ തന്നെ ഭയങ്കര വിസിബിളാണത്. ഓക്കെ, ഇനി അഭിഷേകിൻ്റെ അവസ്ഥ. അഭിഷേക് ശർമ്മ വണ്ടർഫുൾ പ്ലെയറാണ്, അടിപൊളി പ്ലെയറാണ്, ഓൾറെഡി ഭയങ്കര പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പക്ഷെ ഒരു പ്ലെയർ ഇഫ് ഈസ് ഫിസിക്കലി നോട്ട് വെൽ, അതയാളുടെ ആ ഒരു ഷോർട്ട് റേഞ്ചിൽ കാണിക്കും. ഇതിപ്പോൾ പലരും പറയുന്നുണ്ട് അമീർ പറഞ്ഞുകൊണ്ടാണെന്നുള്ളത്. ഇത് പാകിസ്ഥാൻ്റെ അമീർ പറഞ്ഞത് വെച്ച് ടെക്നിക്കലി T20 ടെക്നിക്സ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇത് കറക്ഷൻസ് കൊണ്ടുവരാൻ ഈസിയാണ്. അഭിഷേകിനെ കൊണ്ട് ഇപ്പോൾ ഓക്കെ, അഭിഷേകിൻ്റെ ആർക്കിൽ വരുന്ന അടിക്കുന്നുണ്ട്, നേരെ വിക്കറ്റിന് വരുന്ന നേരെ വരുന്ന അനങ്ങുന്ന ബോൾ കളിക്കാൻ ശേഷം പാടുണ്ടായിരിക്കും, അത് അയാൾ റെഡിയാക്കും. അതങ്ങനെ ഒരു പൊട്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ അഭിഷേകിനെ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അഭിഷേക് ഈസ് നോട്ട് വെൽ, ഈസ് ഇൽ, ചെങ്ങായി വയ്യ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിന് അഭിഷേകിനെ വീണ്ടും കളിപ്പിക്കുന്നു എന്നുള്ളത് അഭിഷേകിനോട് തന്നെ ടീം ചെയ്യുന്ന ഒരു തരം ചതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇന്നലെ മാച്ച് കഴിഞ്ഞ് മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ വന്നത് അസിസ്റ്റന്റ് കോച്ചാണ്. അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞ കേട്ടിട്ട് ടെൻഡസ്കാട്ടി. Yeah, we spent so much time deliberating about the 11, the last couple of days, and I guess the only way that it sort of didn't play into our hands is if we did have the ideal start like we did today with getting Quinton and Rickleton out so early. We were kind of looking at matchups more in the middle, and then obviously someone has to give way. So, do we leave a batter out and get another bowler in? In hindsight, that looks like the right decision. Obviously playing it forward and making decisions at the time, we felt we needed Rinku, as an 8th batsman, so to speak. And the decision was based around there. But certainly it's not to take anything away from Axel and his leadership and how important he is to the team. But like we face almost every week to try to squeeze 11 places into 15, we're finding tricky, and we need to make sure we get that spot on for the next 2 Super 8 games. 15-11 വേൾഡ് കപ്പിൻ്റെ ഒരു ട്രിക്കി ആയിട്ടുള്ള സെലക്ഷനൊന്നുമല്ല. കാരണം വേൾഡ് കപ്പിന് മുന്നേ ഇന്ത്യക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്, ഒരുപാട് പ്ലെയേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ള മാച്ചസ് ഉണ്ട്. അക്സർ പട്ടേലിനെ പോലെയുള്ള പ്ലെയറെ വാഷിങ്ടൺ സുന്ദറിനെ വെച്ച് നിങ്ങൾ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ക്രൈം. പിന്നെന്താ പറയുക, ഇന്ത്യക്ക് ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും പഴയൊരു സാധനമുണ്ട്, വിന്നിങ് കോമ്പിനേഷൻ മാറ്റില്ല. ഈ ഓരോ മാച്ച് അനുസരിച്ചല്ലേ ഒരു മാച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതല്ലേ മോഡേൺ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് മോഡേൺ ക്രിക്കറ്റിൻ്റെ ടാറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിലുള്ള ലെജൻസും ഇവിടുത്തെ കോച്ചുകളും പ്ലെയേഴ്സും ഒക്കെ ഇരുന്ന് വാതോരാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാറാത്തൊരൊറ്റ കാര്യം എന്താ പറയുക, വിന്നിങ് കോമ്പിനേഷൻ മാറ്റില്ല. വിന്നിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആ വിന്നിങ് കോമ്പിനേഷൻ ഏത് ടീമിനായിട്ടാണോ നിങ്ങൾ കളിച്ച് ജയിച്ചാൽ അവരെയായിട്ടാണ്, ആ വിക്കറ്റിലാണ്. ചിലപ്പോൾ അടുത്തൊരു മാച്ച് വരുമ്പോൾ അടുത്തൊരു ടീമിൽ ചിലപ്പോൾ ഈ കോമ്പിനേഷനിൽ ആ ടീമിനായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്ത പ്ലെയേഴ്സ് കാണും. അല്ലെങ്കിൽ ആ ടീമിനായിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ, ഒരു എക്സ്ട്രാ ബോളർ, ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ, അയാളെ മാച്ച് എക്സ്പീരിയൻസാണ് വേണ്ടത്. ഞാൻ പറയുന്ന പോലെ അക്സർ പട്ടേലിൻ്റെ മാച്ച് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ഈ അക്സറിന് അത്ര മാച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സുന്ദറിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഐ ഡോണ്ട് നോ ഗൈസ്, ഇതൊരു ടെക്നിക്കൽ ബ്ലണ്ടർ സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്.
ഈ ടെക്നിക്കൽ ബ്ലണ്ടർ ഭയങ്കര സീനാണ്. അല്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിലക് വർമ്മേൻ്റെ സിറ്റുവേഷൻ എന്താ ഈ വേൾഡ് കപ്പിൽ? തിലകിനോട് അങ്ങനെ കളിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. തിലക് വർമ്മ എന്ന് പറഞ്ഞാൽ ഈ ബോൾ ടു ബോൾ റൺ അടിക്കുന്ന ഒരു പ്ലെയറൊന്നുമല്ല. ഇനീഷ്യലി അങ്ങനെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് ആവും. പക്ഷെ ഇതൊരുമാതിരി രാഹുൽ കൈൻഡ് ഓഫ് വൈബാണ് എനിക്ക് തിലക് എന്ന് അടിക്കുന്നത്. തിലക് ഇഞ്ചറി കഴിഞ്ഞു തിരിച്ചു വന്നു, തിലകിന് കുറച്ച് സമയം വേണം. അപ്പോൾ തിലക് ഭയങ്കര സെൽഫിഷ് ആയ പോലെ ബോൾ പെർ റൺ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ സേഫ് അടിച്ച് പോകാൻ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. പക്ഷേ T20 അത് നടക്കൂല. കാരണം ഒരു പക്ഷേ ആ പ്ലെയർ ഇഞ്ചറി കഴിഞ്ഞ് വന്നുകൊണ്ട് അയാൾ അങ്ങനെ കുറച്ചൊരു 10 മാച്ച് എടുക്കാമെന്ന് വിചാരിച്ച് കളിക്കുന്നതാണോ അതോ ടീം ഡിമാൻഡ്സ് നടുവിൽ അങ്ങനെ പോകണം എന്നുള്ളതാണോ? അങ്ങനൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളി ഇഷാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിലക് ഒരു സൈഡിൽ ഇങ്ങനെ കളിക്കുന്ന അത്ര സീനായിട്ട് തോന്നില്ല. പക്ഷേ വെൻ തിലക്, ഇഷാൻ ആൻഡ് അഭിഷേക്, നമ്മുടെ സ്കൈ, ഇവരാരും അടിക്കാത്ത സിറ്റുവേഷനിൽ എല്ലാവരും എക്സ്പോസ്ഡ് ആവുകയാണ്. ആൻഡ് റിങ്കു ഫിനിഷർ എന്ന് പറഞ്ഞിട്ട് ഈസ് എ ബ്രില്യൻ ഫിനിഷർ. നല്ല സ്പെസിമനാണ്, ഫിനിഷർ സ്പെസിമൻ പക്കയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ മാച്ചായിട്ട് ഒന്നുമല്ല. കാരണം ഒന്നും അല്ലാത്ത അവസ്ഥ എന്താ, കൊണ്ടുപോയി ഇറക്കുന്ന എവിടെയാ? എന്തിനാ റിങ്കൂൻസ് ഇങ്ങനെ ടീമിലെടുത്തിട്ട് ഈ 8ാമതും 9ാമതും കൊണ്ടുപോയി ഇറക്കാനാണോ ഒരു ടീമിൻ്റെ ഫിനിഷർ എന്ന് പറയുമ്പോൾ വന്ന് കയറി ഉടനെ ഇങ്ങോട്ട് അടിച്ച് തെറിപ്പിച്ച് പഞ്ചറാക്കി വിടാൻ പറ്റൂ? ആ വന്ന് ഉടനെ ഇങ്ങോട്ട് അടിച്ച് തെറിപ്പിക്കുന്നത് ഫിനിഷർ നീഡ്സ് അറ്റ്ലീസ്റ്റ് 10 ബോൾ, 10 ബോൾ വേണ്ട ഒരു ഫിനിഷർക്ക്. അവിടെ എന്തിനാണ് സൂര്യകുമാർ യാദവ് കഴിയുമ്പോൾ അടുത്ത വാഷിങ്ടൺ സുന്ദറാണ് വരുന്നത്? എന്തിനാണ് സുന്ദരൻ എന്നല്ല, ഇന്നലെ വാഷിങ്ടൺ സുന്ദറിന് മുന്നേ ശിവൻ ദൂബെ കഴിഞ്ഞിട്ട് ഹർദിക്, പിന്നെ റിങ്കു, എന്നിട്ട് വാഷിങ്ടൺ സുന്ദറിനെ വിട്ടാൽ പോരെ? ഇല്ല. അപ്പം അതെന്താ പറയുക, അത് ഒരു തരം എന്താ പറയുക ഓവർ കോൺഫിഡൻസിൽ വന്ന ഒരു വാശി പരിപാടി. ആൻഡ് റിങ്കുവും റണ്ണില്ല ബെൽറ്റിൽ ഭയങ്കര എന്താ പറയുക ഒരു ലെയിം പാച്ചാണ് റിങ്കുവിനും പോയിക്കൊണ്ടിരിക്കുന്നത്. റിങ്കുവിനെ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. റിങ്കു സിംഗിനെയും ഈ പറഞ്ഞ പോലെ കുറച്ച് മുകളിൽ കയറ്റി വിട്ട് കുറച്ചധികം ബോൾ കളിച്ച് ദെൻ ഹി വിൽ ബിക്കം എ ഗുഡ് ഫിനിഷർ. അപ്പോൾ അതും ഒട്ടും ഇവരെന്ത് ചെയ്യുന്നില്ല, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നില്ല. അവിടെ ഇവർ ചെയ്യുന്നത് എന്താ, ഒരു ഏസ് പ്ലെയറെ ബെഞ്ച് ചെയ്യാണ്. അക്ഷർ പട്ടേലിനെ പോലെ ഒരു പ്ലെയറെ ബെഞ്ച് ചെയ്തിട്ട് വാഷിങ്ടൺ സുന്ദറിനെ ട്രൈ ചെയ്യുന്നു. ആൻഡ് ഇന്നലത്തെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് ഫാക്ടർ എന്താ വെച്ചെങ്കിൽ, കുറേ കാലമായിട്ട് ഇന്ത്യൻ്റെ പ്രീമിയം സ്പിന്നറാണ് ആര്? വരുൺ ചക്രവർത്തിക്ക് ഇന്നലെ ബ്രെവിസിൻ്റെയും മില്ലറിൻ്റെയും മുന്നിൽ ഉത്തരമില്ലാതെ പോയി. ഞാൻ ഒരിക്കലും അങ്ങനെ വരുണിനെ അടി കിട്ടിയിട്ട് പിന്നെ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു 2 അടി കിട്ടിയപ്പോൾ. ഓക്കെ, വരുൺ ഏത് രീതിയിൽ റിപ്ലൈ കൊടുക്കും, ഏത് രീതിയിൽ വന്നത് തിരിച്ചു പിടിക്കും എന്നുള്ളത് രക്ഷയില്ല. വരുണിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് വിക്കറ്റിൽ നല്ല സ്പിന്നിന് ഒന്നും ഇന്ത്യ ബോൾ ചെയ്തപ്പോൾ ഇല്ല. ബട്ട് കേശവ് മഹാരാജ് വന്ന് 3 വിക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ വിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് കഴിഞ്ഞാൽ അടുത്താകുമ്പോഴത്തേക്കും മാറും, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അത് കളിച്ചവർക്ക് അറിയാം. ഒരു ചെറിയൊരു മാറ്റം വരും, അത് സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ വാറണ്ടിയർ വരും, റോളിങ്ങിനനുസരിച്ച് അടുത്തൊരു ഇന്നിങ്സിൽ സാധനം മാറും. ദാറ്റ് ഓൾ ഹാപ്പൻസ്. ബട്ട് സ്റ്റിൽ ഒരു വിക്കറ്റിനകത്തൊരു സ്കോർ സാധനം ഉണ്ടാവുമല്ലോ. എന്തായാലും വരുണിന് ഇന്നലെ ഒരു ഡേ ആയിരുന്നില്ല. വരുണിനോടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിരുന്നു ബ്രെവിസിൻ്റെയും മില്ലറിൻ്റെയും. അതിനുള്ളൊരു ഉത്തരം കൃത്യമായിട്ട് വരുണിന് കൊടുക്കാൻ പറ്റിയില്ല ബോൾ കൊണ്ട് എന്നുള്ളത്. മേ ബി നെക്സ്റ്റ് മാച്ചോ അതിൻ്റെ അടുത്ത മാച്ചൊക്കെ കളിക്കാൻ വരുന്ന ടീമുകൾ ഇതേപോലൊരു കൗണ്ടർ അറ്റാക്ക് വരുണിനെതിരെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ വരുൺ ചക്രവർത്തി ഏത് രീതിയിൽ തിരിച്ചു വരും എന്നുള്ളത് ഭയങ്കര നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ബുംറ ഷോഡ് ഹിസ് ക്ലാസ്, രക്ഷയില്ല. ഹർഷദീപ് ഒപ്പം തന്നെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഒരു സൈഡിൽ നമുക്ക് തുടക്കം അടിപൊളിയായിരുന്നു. എഗെയിൻ ഞാൻ പറയുന്നു, ഇന്ത്യക്കൊരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വുഡ് ഹാവ് ബീൻ ബെറ്റർ. ലൈക്ക് നടുവിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും. ഇപ്പോൾ ബ്രെവിസും മില്ലറും നല്ല അതാണ്ടായ അവരങ്ങനെ കൊണ്ടുപോയി. ഇപ്പോൾ വരുൺ ചക്രവർത്തീൻ്റെ എന്താ പറയുക, ആ റിതം തെറ്റാൻ തന്നെ കാരണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനാണ്. ഓവർ ദ വിക്കറ്റും അറൗണ്ട് ദ വിക്കറ്റും എറിയണം. വന്നിട്ട് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കൈയും ഹർദിക് പാണ്ഡ്യയുള്ളത്, അതും സ്കൈ അവിടെ വന്നാൽ ഹർദിക് പാണ്ഡ്യ ഇപ്പുറത്ത് താഴെ ഏറ്റവും മൂട്ടിലാണ് വരുന്നത്. ബാക്കിയൊക്കെ ലെഫ്റ്റ് അടിച്ച് പോവുക. ഒരു അവരെ ടോപ്പ് ഓഫ് സ്പിന്നർ വേണ്ട, പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ ഐഡിൻ മാക്രം പോലെ ഏതെങ്കിലും ഒരുത്തം വന്നെറിഞ്ഞാലും മതി. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനാണ് ഇവിടെ ഓൾറെഡി അഭിഷേക് ശർമ്മ ഫോം കാണിക്കുന്നില്ല, അയാൾക്ക് വയ്യ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് സഞ്ജു സാംസൺ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവും ഇല്ല. അതിനി വർമ്മ ഇല്ല ശർമ്മ ഇല്ല എന്നുള്ളത് കൊണ്ടാണോ വാലിൻ്റെ അറ്റത്ത് എന്നുള്ളതൊക്കെ ചോദ്യമൊക്കെ അപ്പോൾ ചോദിക്കേണ്ടി വരും. Yeah, of course we have.
Look, in the 5 outings we've had now, 4 teams have opened with part-time off spin, and it's got a wicket every time, apart from the USA game where we lost Abbey without score in any case. So, to start every innings 0 for 1, I think it's literally been 0 or a couple of runs for 1 every time is obviously putting pressure on the link players. Tilak and Sky, their role is to link up with the guys at the back end, and it hasn't gone that way. And look, there's a lot of inexperience in the team, and you want a settled team. These guys have done it all before. They're all fantastic players. So, do you stick with Twist? Do you stick with the guys who we feel have performed really well over the last 18 months and who are maybe shy of a few runs now? Or do we twist and bring Sanju, who's also a fantastic player and obviously helps with tactically with having a right-hander at the top of the order? And I'm sure that'll be a talking point over the next few days going into these 2 very important games. റയാൻ തന്നെ പറയുന്നുണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് സഞ്ജു സാംസൺ ആയിരിക്കും ഇനി ഇവിടുത്തെ സംസാര വിഷയം എന്നുള്ളത്. ഡെഫിനറ്റ്ലി സഞ്ജു സാംസൺ ആയിരിക്കും സംസാര വിഷയം. അഭിഷേകിന് കണ്ടിന്യൂസ്ലി ഡക്കടിക്കാം, സ്കോർ ചെയ്യാതിരിക്കാം. തിലക് വർമ്മയ്ക്ക് ബോൾ ബൈ ബോൾ മാത്രം T20 കളിച്ച് ടെസ്റ്റ് കളിക്കണ പോലെ കളിക്കാം. റിങ്കു സിംഗിൻ്റെ ബെൽറ്റിൽ റണ്ണേ വരാതെ റിങ്കു സിംഗ് അങ്ങനെ ഒരു പാച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ആകെ ടീമിൽ ബാറ്റിങ്ങിൽ പെർഫോം ചെയ്യുന്നത് ഒരു ഇഷാൻ കിഷനും ഒരു ശിവം ദൂബിയും. ഹർദിക്ക് അടിച്ചു. സ്കൈ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇത് കാണിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സഞ്ജു സാംസൺ എനി ഡേ ഒരു സെൽഫിഷ് പ്ലെയർ അല്ല. ഇപ്പോൾ കഴിഞ്ഞ മാച്ച് സഞ്ജുവിന് 8 ബോളിൽ ആ 10-22 റൺ അടിച്ച കളി സഞ്ജുവിന് നിന്ന് അങ്ങനെ പോവായിരുന്നു. ബട്ട് നോ, സഞ്ജു അതാണ്, സഞ്ജുവിൻ്റെ ഗെയിം അതാണ്. അവിടെ സെൽഫിഷ് മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല സഞ്ജുവിന്. സഞ്ജു വരും ടീമിന് 8-10 ഇനി 10-15 ബോൾ കളിച്ചു, 10-30 റൺ 10-40 റൺ എങ്ങനെയും വരും. 25-10-30 അതൊക്കെ ടീമിനല്ലേ ഗുണം ചെയ്യുന്നത്. അല്ലാതെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫോമിൻ്റെ ഒരു അറ്റം പോലും കാണിക്കാതെ അല്ലെങ്കിൽ വളരെ സെൽഫിഷായിട്ട് പോകുന്ന തിലക്, ഇതൊക്കെ ഇത് ടോക്ക് ഓഫ് ദ ടൗൺ എങ്ങനെയാണ് വരിക? സഞ്ജു സാംസൺ എങ്ങനെ വരാതിരിക്കുക? സഞ്ജുവിന് എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല? ജെനുവിൻ ക്വസ്റ്റ്യൻ. കാരണം എതിർ ടീമിന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ റയാൻ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈം ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യൻ്റെ ടോപ്പ് ഓർഡറിലെ വിക്കറ്റ് എടുത്ത് പോകുന്നത്. അതും ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചെടുക്കുമ്പോൾ ബാക്കി ടീമുകാർ പൊട്ടന്മാരൊന്നുമില്ലല്ലോ. അവർക്കൊക്കെ ഓപ്പോസിറ്റ് ടീമിൻ്റെ എവിടെയാണ് കുറവുകൾ എന്നൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഇരുന്ന് ഹെഡ്സ് ഇരുന്ന് തിങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താ, ഇന്ത്യൻ്റെ നിങ്ങൾ നോക്കി ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, അതിനിടയിൽ ആകെ ഒരു സൂര്യകുമാർ യാദവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും തിലക് വർമ്മ വരുന്നു, വാഷിങ്ടൺ സുന്ദർ വരുന്നു, ശിവം ദൂബെ വരുന്നു, റിങ്കു സിംഗ് വരുന്നു. എന്തുവാണ് ഇത്? 5-6 ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലീഗ് ഡിവിഷൻ കളിക്കുന്ന ടീമിൽ ഓഫ് സ്പിന്നേഴ്സ് വരെ വന്നിട്ട് ഒരു 2 ഓവർ എറിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെടുത്തിട്ട് പോരാ. ഒരു രണ്ട് സ്ലിപ്പ് ഇട്ടിട്ട് ഓവർ ദ വിക്കറ്റ് വന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വെച്ച് പോയാൽ ഒന്നിനെ അടിച്ച് കൈ കൊടുക്കുകയും പോരും. പിന്നെ സ്ലോ ബോൾസ് കളിക്കാനുള്ള ഏറ്റവും വലിയ അവിടെയാണ് എക്സ്പോസ് ആയി. സ്ലോ ബോൾസും വേരിയേഷൻസും കളിക്കാൻ പറ്റുന്നില്ല. അഭിഷേക് ശർമ്മ എസ്പെഷ്യലി. അഭിഷേക് ശർമ്മയ്ക്ക് ഇന്നലെ ലിറ്ററലി സ്ട്രഗിൾ ചെയ്തത് അവിടെയാണ്. വേരിയേഷൻസ് നക്കൽ ബോളൊന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥയുടെ ഇന്ത്യൻ്റെ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ടോപ്പ് 8 ടീം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടും ഇതാണ്. അതായത് ഓവർ കോൺഫിഡൻസ് അടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇന്ത്യൻ്റെ ഇന്നലത്തെ തോൽവിയോടുകൂടി ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഇവിടുത്തെ ഫോർമർ പ്ലേയേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത പ്ലേയേഴ്സൊക്കെ കൃത്യമായിട്ട് അവരുടെ വീഡിയോ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ്, എങ്ങനെയാണ്, എന്ത് അപ്രോച്ച് വേണം എന്നുള്ളത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ടീം മാനേജ്മെൻറ്റോ ബാക്കി ആളുകളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിലേക്കൊന്നും നോക്കുന്നുള്ളൂ. ബിക്കോസ് ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു ടീമാണ്, ടീമിന് വേറെ കോമ്പിനേഷൻ, അവർക്ക് വേറെ സ്ട്രാറ്റജി കാണും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ടീമിന് ഭയങ്കര വലിയ എന്താ പറയുക, ഇത്രയും കാലം T20 ഇത്രയും സൂപ്പർ 300 അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ടീം എന്നൊക്കെ പറഞ്ഞു പോയടത്തുനിന്ന് ഓപ്പോണൻസ് പഠിച്ചു തുടങ്ങി. കാരണം ഇത് റെഗുലർ എക്സസൈസായി ഇന്ത്യക്ക്. എല്ലാവരും മുന്നിലും ഒരേ സാധനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു 5-6 ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വരും, എല്ലാവരും ഫ്രം ദ ബോൾ വൺ അടി. ഓക്കെ, അഗ്രസീവ് ക്രിക്കറ്റാണ്, അഗ്രഷൻ വേണം, എല്ലാം വേണം, ഇല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ സേഫായിട്ടുള്ള 4 വരുന്നില്ല, സേഫായിട്ടുള്ള 1-2 റണ്ണ് വരുന്നില്ല. ഒക്കെ മുകളിൽ പൊക്കി പോയി കഴിഞ്ഞാൽ പണിയാണ്, പൊക്കാൻ പോയി കഴിഞ്ഞാലും പണിയാണ്.
ഇവിടെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇന്ത്യക്ക്. വരുന്നവരൊക്കെ ഈ അഗ്രസീവ് ഫേസിലാണ്. അഭിഷേക് ഫ്രം ദ ബോൾ 1, ഇഷാൻ ഫ്രം ദ ബോൾ 1, സ്കൈ ഫ്രം ദ ബോൾ 1. അതിൽ തിലക് മാത്രം ഒന്ന് തട്ടും, പക്ഷെ തിലകിൻ്റെ തട്ട് ഒരുമാതിരി ടെസ്റ്റിൻ്റെ തട്ടാ. ദൂബെ ഒരു ബാലൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ് ഉണ്ട് ദൂബയ്ക്ക്. ഹർദീക്കിനും ഒരു ബാലൻസ് ഉണ്ട്. റിങ്കു ഫ്രം ദ ഫസ്റ്റ് ബോൾ ചെയ്തേ പറ്റൂ. റിങ്കുവിൻ്റെ അവസ്ഥ പിന്നെ അതാണ്. അവിടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അക്സർ പട്ടേലിനെ പോലുള്ള ഒരാൾ. ഇന്നലെ ഒരു അക്സർ പട്ടേൽ ടീമിലുണ്ടെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് വരും അക്സർ പട്ടേലാണെന്നുണ്ടെങ്കിൽ അക്സർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും കൂടിയുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദെൻ ശിവം ദൂബെ വിൽ കം ഇൻ, ദെൻ റിങ്കു ക്യാൻ കോൺട്രിബ്യൂട്ട്. അവിടെ ഇന്ത്യക്ക് ഈ പറഞ്ഞ 190, 200 ഒന്നും ഒരു ടാർഗറ്റ് ആവില്ല. അവിടുത്തെ ഇന്നലത്തെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചതാണ്. പിന്നെ ഇവർ ഒട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അഭിഷേക് ശർമ്മ ഒരു പൊട്ട പ്ലെയറാണെന്നല്ല, ബട്ട് അഭിഷേക് നീഡ്സ് ടൈം. അഭിഷേകിന് സമയം വേണം. അല്ലെങ്കിൽ അഭിഷേകിന് സമയം കൊടുക്കുക. ഈ തിലകിനെ മാറ്റ്, നോട്ട് റിങ്കു, തിലകിനെ മാറ്റ്. തിലക് ഇങ്ങനെ ബോൾ പെർ റൺ അടിച്ച് പോയിട്ട് കാര്യമില്ല. സഞ്ജു അവിടെയും കളിക്കും. അറിയില്ല എന്താണ് എന്ത് എന്നുള്ളത്. എനിക്കെന്തായാലും എൻ്റെ ടീം എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഒരു കപ്പടിച്ചാൽ മതിയായിരുന്നു. ന്യൂസിലാൻഡ്, ഞാനൊരു ന്യൂസിലാൻഡ് ഫാനാണ്. സോ ഇന്ത്യ വിൽ കം ബാക്ക്. ഐ തിങ്ക് ഇന്ത്യ തിരിച്ച് വന്നാൽ അടിപൊളി. ഇല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് പ്ലേയേഴ്സൊക്കെ ഉത്തരം പറയേണ്ട അവസ്ഥയായിരിക്കും. ഇനിയുള്ള എല്ലാ ടീമുകളും, വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും കിണ്ണനാണ്. സിംബാബ്വെ വരുടെ എന്ത് കോൺഫിഡൻസിലാണ് കളിക്കുന്നത്, ഒരു രക്ഷയില്ല. സിംബാബ്വെയൊക്കെ സൂപ്പർ 8 തട്ടിയും മുട്ടിയും ജയിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. സൂപ്പർ 8 ജയിച്ച് ഇത്രയും കളിയാക്കി പാകിസ്ഥാൻ ഇല്ലെത്തോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തീർന്നു കേട്ടോ.